ശബരിമലയിൽ മീനമാസ പൂജകൾക്കായി നട തുറന്നിരിക്കുകയാണ്. അപ്പോൾ സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ്. പുലർച്ചെ 5-നാണ് ക്ഷേത്രനട തുറന്നത്. ശബരിമലയിൽ ഇപ്പോൾ ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലൈ ഓവർ കയറാതെ ശ്രീകോവിലിന് മുന്നിലെത്താവുന്ന പുതിയ ദർശന രീതിയാണ് സന്നിധാനത്ത് നടപ്പാക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട്. പ്രവീൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വെങ്കടേഷ്, റോഷ്നി, ഗുഡ് മോർണിംഗ്. ശബരിമലയുടെ പശ്ചാത്തലം അല്ലേ, അവിടെ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരുപാട് തിരക്കുണ്ടല്ലേ? മീനമാസ പൂജകളൊക്കെ ബന്ധിച്ച് കൂടുതൽ പേര് അവിടേക്ക് വരുന്നുണ്ടോ? റോഷ്നി, ഇന്ന് പുലർച്ചെ 5 മണിക്ക് തന്നെ ശബരിമല ക്ഷേത്രനട തുറന്നു. വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് 1-ാം തീയതി ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇന്നലെ മീനമാസ പൂജകൾക്കായി ക്ഷേത്രനട തുറന്നപ്പോൾ മുതൽ പുതിയ ദർശന രീതിയാണ് ശബരിമലയിൽ നടപ്പാക്കുന്നത്. അതായത് 18-ാം പടി കയറി വരുന്ന ഭക്തരെ നേരെ കൊടിമര ചുവട്ടിൽ നിന്നും ശ്രീകോവിലിന് മുന്നിലേക്ക് കടത്തിവിടുകയാണ് ചെയ്തത്. ഇന്നലെ നമുക്കറിയാം, ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് ക്ഷേത്രനട തുറന്നത്. സ്വാഭാവികമായും ഇന്നലെ വലിയ തിരക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ 18-ാം പടി കയറി വന്ന അയ്യപ്പ ഭക്തരെ ഇന്നലെ നേരിട്ട് അതായി കാണുന്ന കൊടിമര ചുവട്ടിന് ആ ഭാഗത്തേക്ക് 2 വരിയായി തിരിച്ച് ശ്രീകോവിലിന് മുന്നിലേക്ക് കടത്തിവിട്ടത്. ഇന്നിപ്പോൾ പക്ഷേ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ 18-ാം പടി കയറി വരുന്ന അയ്യപ്പ ഭക്തരെ ഇപ്പോൾ ഫ്ലൈ ഓവറിലേക്ക് കയറ്റിവിടുന്നു. അങ്ങനെ ഫ്ലൈ ഓവർ വഴി അവരെ വീണ്ടും മറുവശത്ത് കൂടി ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തിക്കും. അതായത് ഈ ഫ്ലൈ ഓവർ വഴി കടന്നു വരുന്ന അയ്യപ്പ ഭക്തർ കൊടിമര ചുവട്ടിലേക്ക് ഈ കാണുന്ന ക്യൂവിലേക്ക് എത്തുന്നു. ഇവിടെ നിന്നും നേരിട്ട് കൊടിമര ചുവട്ടിന് താഴെ കൂടി ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തുകയാണ്. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്നുള്ളത്, റോഷ്നി, നമുക്കറിയാം ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഓരോ ദിവസവും ശബരിമലയിലേക്ക് എത്തുന്നത്. അത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തൊക്കെ ആണെങ്കിൽ പ്രതിദിനം 80,000-ത്തിലധികം, അത് ചിലപ്പോൾ 90,000, 1 ലക്ഷം വരെയൊക്കെ ആകാറുണ്ട്. അപ്പോൾ ശ്രീകോവിലിന് മുന്നിൽ അയ്യപ്പ ദർശനത്തിന് അയ്യപ്പ ഭക്തർക്ക് കേവലം സെക്കൻഡുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് വലിയ പരാതികൾക്കൊക്കെ ഇടയാക്കിയിരുന്നു. പക്ഷേ പോലീസിനും ദേവസ്വം ബോർഡിനും ഒന്നും മറ്റ് നിർവാഹമില്ല. കാരണം ഇത്രയധികം അയ്യപ്പ ഭക്തർ വരുമ്പോൾ അവരെ ദീർഘസമയം ശ്രീകോവിലിന് മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ അത് വലിയ തിക്കിനും തിരക്കിനും ഒക്കെ ഇടയാക്കും. അതുകൊണ്ടാണ് ഈ 4-5 സെക്കൻഡ് മാത്രം മണ്ഡലമകര വിളക്ക് തീർത്ഥാടന കാലത്തുൾപ്പെടെ അയ്യപ്പ ഭക്തർക്ക് ലഭിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് പുതിയ ഒരു സംവിധാനം ഭക്തർക്കായിട്ട് നടപ്പാക്കിയിരിക്കുകയാണ്. അത് നമുക്ക് ദൃശ്യത്തിൽ കൂടി തന്നെ പ്രേക്ഷകർക്ക് കാണിക്കാം. കാണുന്നതാണ് പുതിയ പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോം കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണ രീതി എന്നുള്ളത്. കൊടിമര ചുവട്ടിൽ നിന്നും നേരെ അയ്യപ്പ ഭക്തരെ ഈ ബലിക്കൽപുരയുടെ ഇരുവശങ്ങളിൽ കൂടിയും 2 ക്യൂ ആക്കി തിരിച്ച് ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തർക്ക് 20 മുതൽ 25 സെക്കൻഡ് വരെ അയ്യപ്പ ദർശനം സാധ്യമാകുന്നു എന്നുള്ളതാണ് ഈ പുതിയ ദർശന രീതി കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്നുള്ളത്. ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തന്നെ വ്യക്തമാക്കിയിരുന്നു, പുതിയ ദർശന രീതി വിജയകരമാവുകയാണെങ്കിൽ അത് വിഷുപൂജയ്ക്കും അത് തുടരും. പിന്നീട് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും, അതായത് അടുത്ത മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും ഇപ്പോൾ ഈ കാണുന്ന രീതിയിലേക്ക് ദർശന രീതി മാറ്റും എന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ട്രയൽ റൺ മാത്രമാണ്. പോലീസും ഒപ്പം തന്നെ ദേവസ്വം ബോർഡും ഒക്കെ ഇത് വീക്ഷിക്കുന്നുണ്ട്, ഇത് വിജയകരമാകുമോ എന്ന്. ഇപ്പോൾ നമുക്ക് കാണാം, ഒരു ഭക്തൻ ഈ ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 20 മുതൽ 30 സെക്കൻഡ് വരെ അവർക്ക് ദർശനം സാധ്യമാകും. അത് നമുക്ക് കൃത്യമായി ദൃശ്യത്തിൽ കൂടി കാണാൻ കഴിയും. പക്ഷേ നേരത്തെ അങ്ങനെയായിരുന്നില്ല. ഈ ഫ്ലൈ ഓവർ വഴി അയ്യപ്പ ഭക്തർ, നമുക്ക് ഫ്ലൈ ഓവർ കൂടി പ്രേക്ഷകരെ കാണിക്കാം. ആ ദൃശ്യം അതാണ് ഫ്ലൈ ഓവർ എന്നുള്ളത്. അവിടെ ഭക്തർ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. മുൻ സമയങ്ങളിലൊക്കെ അതുവഴി ഭക്തരെ കടത്തിവിട്ട് ഈ കാണുന്ന രീതിയിലായിരുന്നു ദർശന രീതി എന്നുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ തിരക്ക് കൂടുതലായതുകൊണ്ട് 2 രീതിയിലും ദർശനം അനുവദിക്കുന്നുണ്ട്. ഇങ്ങനെ പോകുമ്പോഴുള്ളൊരു കുഴപ്പം എന്നുള്ളത്, ശ്രീകോവിലിന് സമാന്തരമായി അയ്യപ്പ ഭക്തർ പോകേണ്ടി വരുന്നു. അപ്പോൾ 3-4 ഏറി വന്നാൽ 6 സെക്കൻഡ്, അത്രയും സമയം മാത്രമേ അയ്യപ്പ ഭക്തർക്ക് ദർശനം സാധ്യമാകൂ. എന്നാൽ പുതിയ രീതി ഈ കാണുന്ന രീതിയിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് തന്നെ, അതായത് കൊടിമര ചുവട്ടിൽ നിന്നും അകത്തേക്ക് കയറി ഈ ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തുന്ന ആ സമയം അത്രയും അയ്യപ്പ ഭക്തർക്ക് അയ്യപ്പ വിഗ്രഹം കണ്ട് പ്രാർത്ഥിക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്നുള്ളത്. ഏതായാലും ഇന്നലെ ADGP ശ്രീജിത്ത് തന്നെ വ്യക്തമാക്കിയിരുന്നു, അയ്യപ്പ ഭക്തർക്ക് അധിക സമയം ദർശനം കൊടുക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡുമൊക്കെ ലക്ഷ്യമിടുന്നത്. ഈ പുതിയ ദർശന
രീതി എന്നുള്ളത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. അത് വിജയകരമാണെങ്കിൽ അത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും ഒപ്പം തന്നെ അടുത്ത വിഷുപൂജയുമൊക്കെ തുടരും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും ഒപ്പം തന്നെ പോലീസ് അധികാരികളും പറയുന്നത്. നമുക്ക് കാണുന്ന ഭാഗത്തൊക്കെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് വലിയ തിരക്ക് അനുഭവപ്പെടും. കുട്ടികളൊക്കെ ഈ ഫ്ലൈ ഓവറിൽ നിന്നും ഈ പുതിയ സംവിധാനം ഭക്തർക്ക് കൂടുതൽ എളുപ്പമാക്കുന്നു എന്നുള്ളതാണ് അത് ഗുണകരമായ കാര്യം അല്ലേ? അതെ, പ്രത്യേകിച്ച് പക്ഷെ മണ്ഡലകാലം വരുമ്പോൾ ഇത്തരമൊരു 20 സെക്കൻഡ് എന്ന് പറയുന്ന എത്രത്തോളം പ്രായോഗികമാകുമെന്നതുകൂടിയും അതിൻ്റെ ഒരു ട്രയൽ റണ്ണ് കൂടിയും ഇപ്പോൾ നടക്കുന്നുണ്ട്.